നമസ്കാരം. ഇടുക്കി അണക്കെട്ടിന്റെ സാധ്യത കാണിച്ചു കൊടുത്ത ആദിവാസി മൂപ്പനായിരുന്ന ചെമ്പൻ കൊലുമ്പന്റെ ജീവിതകഥയാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പ് പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ജീവിച്ചിരുന്ന ഊരാളി എന്ന ആദിവാസി വിഭാഗക്കാരുടെ മൂപ്പനായിരുന്നു ചെമ്പൻ കൊലുമ്പൻ എന്ന കരുവെള്ളയാൻ ചെമ്പൻ കൊലുമ്പൻ. ഇപ്പോൾ ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാറിയുള്ള ചെമ്പച്ചേരി അഥവാ ചെമ്പകശ്ശേരിയിലെ നരിക്കാട് ആയിരുന്നു കൊലുമ്പന്റെ കുടി അഥവാ താമസ സ്ഥലം. കാട്ടിലെ ഒരു വൈദ്യൻ കൂടിയായിരുന്നു കൊലുമ്പൻ. കിഴങ്ങുവർഗ്ഗങ്ങളും പെരിയാറിൽ നിന്ന് പിടിച്ചെടുക്കുന്ന മത്സ്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആഹാരം. 5 അടി പൊക്കം, കരിങ്കറുപ്പ് നിറം, മുട്ടോളം മാത്രമുള്ള ഒറ്റമുണ്ട്, ചെമ്പിച്ച് ജട പിടിച്ച് കാൽപാദം വരെ നീളുന്ന നീണ്ട മുടി, കയ്യിൽ 6 അടി നീളമുള്ള വടി, ആരെയും കൂസാത്ത പ്രകൃതം, നടുനിവർത്തി മൂക്കുവിടർത്തി വേഗത്തിലുള്ള നടപ്പ്, ഇതിനിടയിൽ വനത്തിലെ നേരിയ ചലനങ്ങൾ പോലും പിടിച്ചെടുക്കുന്ന കിടുകിട തെറ്റാത്ത ശ്രദ്ധ, ഇതൊക്കെയായിരുന്നു ചെമ്പൻ കൊലുമ്പൻ. കൊലുമ്പന്റെ ആദ്യ വിവാഹത്തിൽ 2 മക്കളുണ്ടായിരുന്നു. ഇവർ ജീവിച്ചിരിപ്പില്ല. ഇവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ പൈനാവ് കൊലുമ്പൻ കോളനിയിലുണ്ട്. രണ്ടാമത് കല്യാണം കഴിച്ചെങ്കിലും മക്കളുണ്ടായില്ല. ഊരാളിക്കുടിയിലെ മരച്ചുവട്ടിൽ ഈറ്റ കൊണ്ട് മറച്ച കുടിലിലാണ് ആഹാരം പാകം ചെയ്തിരുന്നത്. രാത്രി ഉറക്കമാകട്ടെ മരത്തിനു മുകളിലുള്ള ഏറുമാടത്തിലും. കൊലുമ്പനെ കണ്ടാൽ കാട്ടാനയും കാട്ടുപോത്തും കടുവയും ഉൾപ്പെടെയുള്ള വന്യജീവികൾ വഴിമാറിക്കൊടുത്തിരുന്നു എന്നാണ് കാട്ടിലെ പഴമൊഴി. മന്ത്രവാദിയായിരുന്ന കൊലുമ്പൻ മന്ത്രമോദിയ കത്തിയുമായി എത്തിയാൽ കടുവകൾ പോലും വഴിമാറിപ്പോകും എന്നായിരുന്നു കാട്ടിലുള്ളവരുടെ വിശ്വാസം. ഇടുക്കി ഡാമുമായുള്ള ബന്ധത്തെ നോക്കാം. 1932 മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന WJ ജോൺ നായാട്ടിനായി ഈ കൊടുങ്കാട്ടിലെത്തിയതോടെയാണ് അദ്ദേഹം ഇടുക്കിയെ കണ്ടെത്തുന്നത്. അന്ന് ഈ ഭാഗത്തെ ഊരാളി ഗോത്ര തലവനായിരുന്ന കരുവെള്ളയാൻ ചെമ്പൻ കൊലുമ്പൻ എന്ന ആദിവാസിയുമായി പരിചയപ്പെട്ട ജോൺ ഇയാളെ നായാട്ടിന് സഹായിയായി കൂടെ വിളിച്ചു. കൊലുമ്പൻ അദ്ദേഹത്തെ അനുഗമിച്ചു. കൊലുമ്പൻ നാടൻ പാട്ടിലെ കുറവൻ കുറത്തിയുടെ കഥ ജോണിന് പറഞ്ഞു കൊടുത്തു. കുറവൻ കുറത്തി മലയിടുക്കുകളിലൂടെ കുതിച്ചൊഴുകുന്ന പെരിയാറിനെ കാണിച്ചു കൊടുത്തു. 925 മീറ്റർ ഉയരമുള്ള കുറത്തിമലയുടെയും 839 മീറ്റർ ഉയരമുള്ള കുറവൻമലയുടെയും ഇടയിലൂടെ കുതിച്ചു ചാടുന്ന വെള്ളച്ചാട്ടം വല്ലാത്ത ആകർഷണമായി. കുറവൻ കുറത്തി മലകൾക്കിടയിലൂടെ ഞെങ്ങി ഞെരുങ്ങി ഒഴുകുന്ന പെരിയാർ ജോണിന്റെ ശ്രദ്ധയെ ആകർഷിച്ചു. അവിടെ അണകെട്ടിയാൽ വൈദ്യുതോൽപാദനത്തിനും ജലസേചനത്തിനും പ്രയോജനപ്പെടുമെന്ന് ജോൺ കണക്കുകൂട്ടി. പിന്നീട് അദ്ദേഹം എഞ്ചിനീയറായ സഹോദരന്റെ സഹായത്തോടെ അണക്കെട്ടിന്റെ സാധ്യതകളെക്കുറിച്ച് പഠിച്ച് തിരുവിതാംകൂർ ഗവൺമെന്റിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിന്റെ തുടർച്ചയായ കാര്യങ്ങളാണ് നമ്മുടെ അഭിമാനമായി മാറിയ ഇടുക്കി ഡാം പദ്ധതി പ്രായോഗികമാകുന്നത്. കനേഡിയൻ സർക്കാർ ഡാമിന്റെ നിർമ്മാണ ജോലികൾ ഏറ്റെടുത്തപ്പോൾ കൊലുമ്പൻ വിശിഷ്ടാതിഥിയായിരുന്നു. ഇതുകൂടാതെ ഡാം നിർമ്മാണത്തിന്റെ ആദ്യഘട്ടങ്ങളിലെ എല്ലാ പ്രധാന ചടങ്ങുകളിലും കൊലുമ്പൻ ആദരിക്കപ്പെട്ടിരുന്നു. 1969 ഏപ്രിൽ 30 അന്നത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് ഇടുക്കി അണക്കെട്ടിന് തറക്കല്ലിടാൻ എത്തിയപ്പോൾ ആദ്യം അന്വേഷിച്ചത് ചെമ്പൻ കൊലുമ്പനെയായിരുന്നു. കൊലുമ്പൻ മൂപ്പന്റെ സാന്നിധ്യത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ തറക്കല്ലിടൽ. കൊലുമ്പന്റെ സേവനങ്ങൾക്ക് പ്രത്യുപകാരമായി അവസാന കാലത്ത് 60 രൂപ പെൻഷൻ KSEB കൊലുമ്പന് നൽകിയിരുന്നു. മരണത്തെ നോക്കാം. ഇടുക്കി ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് 1970 ജൂൺ 21 ചെമ്പൻ കൊലുമ്പൻ അന്തരിച്ചു. കൊച്ചുമകൻ ഭാസ്കരന്റെ മടിയിൽ കിടന്നാണ് കൊലുമ്പൻ മരിക്കുന്നത്. മരിക്കുമ്പോൾ 115 വയസ്സുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾക്ക് അഭിമുഖമായി വെള്ളപ്പാറയിലാണ് ചെമ്പന്റെ ശരീരം സംസ്കരിച്ചത്. പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പേ മരിച്ചുപോയ ചെമ്പൻ കൊലുമ്പനെ ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾക്ക് അഭിമുഖമായി സംസ്കരിച്ചത് അന്നത്തെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അങ്ങനെ ചെറുതോണി വെള്ളാപ്പാറയിൽ കൊലുമ്പനെ സംസ്കരിച്ചു. മരണാനന്തരമുള്ള കാര്യങ്ങൾ നോക്കാം. കൊലുമ്പന്റെ കാലശേഷം മകന് 40 രൂപ പെൻഷൻ അനുവദിച്ചിരുന്നെങ്കിലും കാലക്രമേണ അത് നിർത്തലാക്കി. ഇടുക്കി അണക്കെട്ട് കമ്മീഷൻ ചെയ്ത 1976 ശേഷം കൊലുമ്പന്റെ പിൻതലമുറക്കാർക്ക് വൈദ്യുതി ബോർഡിൽ നിന്നും മാസം ചെറിയ തുക ഗ്രാന്റ് നൽകിയിരുന്നു. പിന്നീട് അതും നിർത്തലാക്കി. കൊലുമ്പന്റെ പുത്രന്റെ പുത്രി, അതായത് പൗത്രി പൊന്മാലയ്ക്ക് KSEB സ്വീപ്പർ തസ്തികയിൽ വാഴത്തോപ്പിൽ ജോലി നൽകിയിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്
അവർ സർവീസിൽ നിന്നും വിരമിച്ചതോടെ കൊലുമ്പന്റെ പിൻതലമുറക്കാർക്കുള്ള എല്ലാ സർക്കാർ സഹായവും നിലച്ചു. പാറേമാവിൽ 140 ഏക്കർ സ്ഥലത്തായിരുന്നു കൊലുമ്പന്റെ കോളനി. ഇന്ന് കോളനിയിൽ കൊലുമ്പന്റെ സമുദായക്കാർ വളരെ നാമമാത്രമാണ്. 1976 ഇടുക്കി ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്തതിനോടനുബന്ധിച്ച് ഡാമിനോട് ചേർന്ന് കൊലുമ്പന്റെ പ്രതിമ സ്ഥാപിച്ചു. ചെറുതോണി അണക്കെട്ടിലേക്ക് നോക്കി നിൽക്കുന്ന രീതിയിലാണ് കൊലുമ്പന്റെ പ്രതിമ നിർമ്മിച്ചത്. പിന്നീട് കൊലുമ്പന്റെ ഓർമ്മയ്ക്കായി കേരള സർക്കാർ ഇടുക്കി ചെറുതോണി വെള്ളാപ്പാറയിലെ കൊലുമ്പന്റെ സമാധിയിൽ സ്മാരകം നിർമ്മിച്ചു. 2015 നിർമ്മാണം തുടങ്ങിയ സ്മാരകം 2020 പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. 1976 കൊലുമ്പന്റെ പ്രതിമ നിർമ്മിച്ച തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് പ്രൊഫസറായിരുന്ന കുന്നുവിള മുരളി തന്നെയാണ് സമാധി സ്മാരകത്തിന്റെയും ശില്പിയായിരുന്നു. വെള്ളാപ്പാറയിലെ സ്മാരകത്തിൽ കരിങ്കല്ലിൽ തീർത്ത കൊലുമ്പന്റെ 5.25 അടി പൊക്കമുള്ള വെങ്കല പ്രതിമയാണ് പ്രധാന ആകർഷണം. സമാധിക്ക് സമീപം 20 അടി പൊക്കമുള്ള സിമെന്റിൽ തീർത്ത മരവും അതിലൊരു ഏറുമാടത്തിന്റെ മാതൃകയും ചെയ്തിട്ടുണ്ട്. അതിനു ചുറ്റും സിമെന്റിൽ തീർത്ത ആന, പുലി, മാൻ എന്നിവയുടെ ശില്പവും നിർമ്മിച്ചിട്ടുണ്ട്. കൊലുമ്പന്റെ പ്രതിമയ്ക്കും കുഴിമാടത്തിനും മുന്നിൽ പിൻതലമുറക്കാർ ഇപ്പോഴും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പൂജയും നടന്നു വരാറുണ്ട്. കൊലുമ്പന്റെ പിൻതലമുറക്കാർക്ക് 156 ഏക്കർ സ്ഥലം സർക്കാർ പതിച്ചു നൽകിയിട്ടുണ്ട്. ഇടുക്കിയുടെ ചരിത്രം അന്വേഷിക്കുന്നവർക്ക് വിസ്മരിക്കാനാവാത്ത നാമമാണ് ചെമ്പൻ കൊലുമ്പൻ. ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.